ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഒരു പുതിയ ഐറ്റം അൺബോക്സ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. യുറേക്ക ഫോബ്സിൻ്റെ ക്വിക്ക് ക്ലീൻ DX എന്നൊരു വാക്യൂം ക്ലീനറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 3 ഡസ്റ്റ് ബാഗ് ഫ്രീ ഉണ്ടെന്നാണ് പറയുന്നത്, അറിയത്തില്ല. നമ്മൾ പാക്കേജ് പൊട്ടിക്കുവാണ്. പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. ഓക്കെ, നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. മേളിൽ തന്നെ ഒരു 2 പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സ്റ്റൻഷൻ പൈപ്പ്. അങ്ങനെ 2 വന്നിട്ടുണ്ട്. ഇനി ബ്രഷ്, നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ 2 മെയിൻ സാധനങ്ങളിൽ ഒരെണ്ണം. ഈ വലിയൊരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്, റൊട്ടേറ്റബിളാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ മെയിൻ തിങ്, ഹോസ്. അത്യാവശ്യം വലിയ ഹോസാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ 3 ഡസ്റ്റ് ബാഗ് ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ 2 ചെറിയ ബ്രഷുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട്. ചെറിയ റിമോട്ട് ഏരിയാസിൽ, വലിയ ബ്രഷ് കയറാത്തടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും, ഡസ്റ്റ് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് 2 ഉപയോഗമാണ് വന്നിരിക്കുന്നത്. ഫോൾഡ് ചെയ്യാൻ പറ്റും. അകത്തെ വാക്യൂം ക്ലീനറിൻ്റെ അകത്തെ ഭാഗങ്ങളെല്ലാം തുടയ്ക്കാനും പുറത്ത് ഉപയോഗിക്കാനും പറ്റും. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, വാക്യൂം ക്ലീനർ. കുറേ പാക്കേജിങ് ഉണ്ട് ഇതിന്. ഫസ്റ്റ് ഒരു ബബിൾ റാപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുറത്തെടുക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. ഫസ്റ്റ് പാക്കേജ് ഊരി. ഇനി നമ്മുടെ ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ബേസ് ഗ്രേ കളറും മുകളിൽ റെഡ് കളറുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്മോളാണ് സാധനം, അതുകൊണ്ട് തന്നെ പോർട്ടബിളാണ്. അത് സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച്. ഇത് നമ്മുടെ എക്സ്റ്റൻഷൻ കോഡിൻ്റേത്. അത്യാവശ്യം പാടുപെട്ട് സാധനം കണ്ടുപിടിക്കുക. ഇതിങ്ങനെ നമുക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സ്വിച്ച് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമുക്ക് ഡസ്റ്റ് ബാഗ് ഊരാനും എടുക്കാനും പറ്റും. ഇതിൽ ബിൽറ്റിനായിട്ട് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, 2 വീല് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് റൊട്ടേറ്റബിൾ വേറൊരു വീല് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി ഇതൊരു സ്റ്റാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഊരിയെടുക്കാം. ആ ഒരു വീല് ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു എയർ ഫിൽറ്ററും കൂടെ ഉണ്ട്, അതിൻ്റെ എയർ വലിച്ചെടുക്കുമ്പോൾ ഡസ്റ്റ് അധികം വരാതിരിക്കാൻ. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഹോസിൻ്റെ ഈ ഒരു ഭാഗം ജസ്റ്റ് അങ്ങനെ നോഡ് ഞെക്കിയിട്ട് വെച്ചാൽ മതി, ഫിറ്റ് ആയിക്കോളും. പിന്നെ ഈ ഹോസിൻ്റെ ബെൻഡായിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ ഈ ബ്രഷ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ പൈപ്പ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ബൾജ് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് കയറ്റാൻ പറ്റുന്നത്. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് ഫിറ്റ് ചെയ്യാം. മൾട്ടി ഡയറക്ഷണൽ ആയതുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും സൈസായിരിക്കും ഇതിന് വരുന്നത്. പിന്നെ ഇതിന് ബ്രഷിന് വേറൊരു ഫീച്ചറും കൂടെ ഉണ്ട്. ഈ ഉണങ്ങിയിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് ഈ സ്വിച്ച് വെച്ച് ഇങ്ങനെ ഈ ബ്രഷെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൊടിയെല്ലാം അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇത് ഇളക്കിയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഈ 2 ചെറിയ ബ്രഷുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ചെറിയ സ്ഥലങ്ങളിൽ ഭിത്തിയുടെയൊക്കെ മൂലയിൽ പൊടികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സാധനം വെച്ച് അബ്സോർബ് ചെയ്തെടുക്കാം. ഇത് 2 ഗുണങ്ങളുണ്ട്. ഇത് നമുക്ക് അകത്തെ വാക്യൂം ക്ലീനറിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ ഇത് അല്ലാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും, ചെറിയ ബ്രഷ്. ഇതാണ് നമ്മുടെ ഫൈനൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം. അപ്പോൾ താങ്ക് യു.